നിയ നിന്നൂസ് 22ലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷോപ്പ് പോകാനുണ്ട്, അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു വിശേഷിക്കുകയാണ്. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ നൈറ്റ് വരെ എടുക്കാം. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്നത്തെയും പോലെ ഞാനും എൻ്റെ അനിയനുമാണുള്ളത് ഗൈസ്. ഹലോ. ഓക്കെ ഗൈസ്, കാറ്റുണ്ട് ഗൈസ്. ഇല്ലാന്ന് വിചാരിക്കാം. ഞാൻ ഇറക്കാണ്, പുറത്ത് മഴയാണ്, ഇപ്പോൾ ഒരു വെയിലുണ്ട്. സൂര്യൻ്റെ കാര്യത്തിലൊന്നും പറയണ്ട ഗൈസ്. മലയാണ് ഗൈസ്, ഭയങ്കര വെയിൽ. അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നടക്കാൻ കുടയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ നായൊക്കെ കുഴയ്ക്കുന്നുണ്ട്. ഈ വെയിൽ നിന്ന് രക്ഷപ്പെട്ട് താഴെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം അന്ന് നമ്മൾ കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ്, അവിടെ നിന്ന് വരുന്നുണ്ട് വെള്ളം. നല്ല രസമുണ്ട് ഇടന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല തണുത്ത വെള്ളം. വെള്ളം തെറിപ്പിക്കല്ലേ. ഇങ്ങോട്ടാണ് ഇത് വെള്ളം പോകുന്നത്. അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയാൽ കുളമുണ്ട് ഗൈസ്. അറിയില്ല ഗൈസ് എന്താണ് സ്ഥിതി. ഓക്കെ ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും കൂടി ഷോപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ കാണിക്കാനായിട്ടൊന്നുമില്ല. എല്ലാം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഡെയിലി വീഡിയോസ് വരും എന്ന് വിശ്വസിക്കാം. ഗൈസ്, നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾ ഇന്നലെ കാണിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻറ്റ് ബെൽ ബട്ടനൊക്കെ അമർത്തി എന്നെ സഹായിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് എന്നെ പരിചയപ്പെടുത്തില്ല അല്ലേ. എൻ്റെ പേര് നിയാലക്ഷ്മി. എൻ്റെ വീട് പുത്തഞ്ചേരിയാണ്. ഞാൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ എന്താ പറയുക, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂമുള്ളി എന്ന് പറയുന്ന ഒരു കൂമുള്ളി വാങ്ങിച്ചാലുണ്ട്. അതിൽ അവിടുന്ന് ഈ സൈഡോട്ട് ഒരു റോഡുണ്ട്. ആ റോഡിന് പോയി നേരെ പോയാൽ മതി, ഒരു വളവില്ല. നേരെ പോയി കഴിഞ്ഞാൽ പുത്തഞ്ചേരി. അവിടെ ഒരു ഷോപ്പ് കാണാം. അപ്പോൾ കോട്ടയ്ക്കൽ അമ്പലം റോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റോഡുണ്ട്. ആ റോഡ് വഴി വരുന്ന സമയത്താണ് എൻ്റെ വീട്. നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തന്ന ആൽമരം. ഓ ഭയങ്കര വെയിൽ. ഹൈ ഗൈസ്, ഇത് ഞങ്ങളുടെ നൈബറാണ്. യൂട്യൂബ് ചാനൽ ഹൈ പറയും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു നൈബറാണ്. ഓക്കെ, ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് സൈഡ് നിൽക്കാം, വണ്ടി പോട്ടെ. അപ്പോൾ ഞാൻ വണ്ടി വന്ന സമയത്ത് ഇതിൽ എൻ്റെ ഒരു നൈബറുണ്ട്, അബ്ദു എന്നാണ് പേര്. അപ്പോൾ അവൻ എനിക്കൊരു മുട്ടായാണ് ഗൈസ്. യാദവിന് കിട്ടിയില്ല. ഇപ്പോൾ അവന് ഞാൻ കടയിൽ പോയിട്ട് വേറെ വാങ്ങി കൊടുക്കും. അത് പറഞ്ഞാൽ പറഞ്ഞു ഗൈസ്. നമ്മളെ തോടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങുകയാണ്. ഞാനും അയ്യോ നല്ല ഭംഗിയുണ്ട് കണ്ടോ. നല്ല തണുപ്പുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കയറുകയാണ്.
എന്നിട്ട് യാതു ഇറങ്ങിക്കോട്ടെ. എന്നാണ് ഗൈസ് നോക്കിയിട്ട് ഞങ്ങൾ പോകുന്ന വഴിയിലൊക്കെ വെള്ളമാണ്. പശു കരയുന്നുണ്ട് ഗൈസ്. വേഗം പോണം. പശു ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ഒരു സംഭവം നടന്നു. ഞങ്ങൾ സ്കൂളിൽ ഓട്ടോയിലാണ് പോയത്. ബസ് ഉണ്ട്, പക്ഷേ റോഡ് വരെ നടന്നു പോകണം. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ താഴെ വരും എന്ത് ഓട്ടോ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഓട്ടോയിലാണ് പോയത്. അങ്ങനെ ഒരു ദിവസം പോകുന്ന സമയത്ത് നമ്മൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു വഴിയാണ്. ഞാൻ നിങ്ങളെ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു. ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെ ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുകൂടിയാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, പശു ഞങ്ങളുടെ വണ്ടീനോട് ഇങ്ങോട്ട് ബാക്ക് നടന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും പേടിച്ചു പോയി ഗൈസ്. അപ്പം അതാണ് അന്ന് നടന്നത്, കോമഡി എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ വീഡിയോയിലെത്തിയാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്നലത്തെ പോലെ ആയിരിക്കില്ല, അന്ന് കുറേ ആൾക്കാരുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു സ്പെഷ്യലുണ്ട് ഗൈസ്, ഫ്രൈഡേ. അതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടാവും. എന്നുവെച്ചാൽ ഫ്രൈഡേ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരിക. കാരണം ഈ തേഴ്സ്ഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ പറയുന്ന സമയത്ത് എല്ലാവരും ജോലിക്കും കുട്ടികൾ സ്കൂളിലും ഒക്കെ ആയിട്ട് പോവും. അപ്പം എന്താ പറയുക, നാളെയും മറ്റന്നാൾ ലീവാണ്. നാളെ മറ്റന്നാൾ ലീവാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആയിരിക്കും കൂടുതൽ ആൾക്കാരുണ്ടാവുക. നമുക്ക് കുറേ സാധനം വേണ്ടി വരും. അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. എനിക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്നലെ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഗൈസ്, എനിക്ക് തിരിച്ചു വരുന്ന സാധനങ്ങളൊക്കെ പിടിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോൾ കാണാം. അപ്പോൾ കുറച്ച് അങ്ങോട്ട് നടക്കാൻ വേണ്ടി ഇതാണ്. ഇനി കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. വേറെ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാൻ മറന്നുപോയി. സ്പെഷ്യല് ഈ ഒരു കാട് കണ്ടോ, ഇതിൻ്റെ സൈഡോട്ട് ഒരു കുളമുണ്ട്. കല്ലിരുന്ന സമയത്ത് വെള്ളത്തിന് ഒച്ച കേൾക്കാം. ഗൈസ്, അവിടെ ഒരു ഒച്ച കേട്ടിട്ടുണ്ട്. വീഡിയോയിൽ കേൾക്കുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ഏകദേശം എത്താനായി. ഇത് തിരിച്ച് വരുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചെറിയൊരു മഴേൻ്റെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. നേരത്തെ നമ്മൾ നിന്ന ആ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അടിപൊളി പൂ നിൽക്കാൻ ചെയ്യാം. ഇതുണ്ടോ, ഈ പൂ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. നല്ല രസമുണ്ട് ഗൈസ് ആ പൂവ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കുളം നിങ്ങൾ നേരത്തെ കാണിച്ചല്ലോ, ഇതുപോലത്തെ വേറെ ഒരു കളറുണ്ട്. ഇതെവിടെ ഞാനറിയില്ല. അത് ഗൈസ്, അവിടെ ഉള്ളൊരു വീടുണ്ട്. അപ്പോൾ അവിടെ എന്തിനോ വേണ്ടിയിട്ട് കുഴിച്ചുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ഒരു കുളം പോലെ ഉണ്ട്. അപ്പം അതിൽ വെള്ളം നിറയുമ്പോൾ കുളമെന്ന് എല്ലാവരും പറയും. നല്ല ആഴം ഉണ്ടാവും കേട്ടോ, നല്ല ആഴത്തിൽ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ, ഇവിടെ നിന്ന് അങ്ങനെ ആരും ഉണ്ടാവില്ല ഗൈസ്. നിശബ്ദമായ സ്ഥലമാണ്.
ഭയങ്കര വെയില് ഇതാണ് ഗൈസ്. ഞങ്ങൾ പറഞ്ഞ കോളം. ആ ഗൈസ്, അവിടെ കണ്ട ഒരു വഴി, അവിടെയാണ് കുളം ഉള്ളത്. ഇവിടെയൊക്കെ വെള്ളം കിട്ടും. വെള്ളമാണ് ഗൈസ് അവിടെയൊക്കെ. ഗൈസ് ഇവിടെ മൊത്തമായിട്ട് വെള്ളമാണ്. കണ്ടോ, വീടൊക്കെ എപ്പോഴും അടച്ച്. അത് കാണില്ല. ആ വീട് പിന്നെ ഞാൻ കാണിച്ചു. ഈ വീട് ഒക്കെ എപ്പോഴും അടച്ച് പൂട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. യാതും അവിടെ എത്തും. ഇങ്ങോട്ടാ, അവിടെ നിൽക്ക്, ഞാൻ വരട്ടെ. ഇങ്ങോട്ട് തിരിച്ച് വരണ്ട, നടക്കും. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഗൈസ്, ഇവിടെ വേറെ ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ കണ്ടൊരു വീട്, ആ വീടിൻ്റെ ബാക്ക് സൈഡിലൊരു ഷെഡുണ്ട്. ആ ഷെഡായിരുന്നു ഞാൻ പണ്ട് കരാട്ട പഠിച്ചിരുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം വരെ ഉണ്ടായിരുന്നു. ഇക്കൊല്ലാണ് ഗൈസ് നിർത്തിയത്. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈഡ് നിൽക്കണേ ഗൈസ്. അപ്പോൾ വണ്ടി പോയി. ഇത് നമ്മൾ വീണ്ടും തോടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എന്നുവെച്ചാൽ കാല് ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തോട്ടിലിറങ്ങാം. ഗൈസ്, അപ്പം ഞാൻ കയറിയാലേ യാദൂന് ഇറങ്ങാൻ പറ്റി. അപ്പം ഞാൻ കാലൊന്ന് നനയ്ക്കുന്നുണ്ട്. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഒഴുക്കുണ്ട് ഗൈസ്. ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു സംഭവം കാണിച്ചു തരാം. എൻ്റെ കാലായിരുന്നു. കണ്ട ഗൈസ്, അങ്ങനെയാണ്. ഇവിടുത്തെ വെള്ളമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതെ ഗൈസ്, അപ്പം ഞാൻ കയറിയാണ്. അയ്യോ, ഓക്കെ ഗൈസ്, യാതു കണ്ട ഗൈസ്, ഇവിടെയൊക്കെ ഒരു കാട് പോലെയുള്ള പ്രദേശമാണ്. യാതു മുമ്പിൽ ഓടി ഗൈസ്. അതാ പോകുന്നു. യാതു 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 അവിടെ നിൽക്കും ഗൈസ്. കാക്കിയൊക്കെ കരയുന്നുണ്ട് ഗൈസ്. ആൽമരം എന്തായാലും അതായിരുന്നു ഞാൻ അന്ന് കാണിച്ചെന്ന വീട്. അങ്ങനെ അത് അങ്ങ് അവിടെ എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ അവനങ്ങ് ഓടി. അവിടെ എത്താറായി. അവിടെ ഒരു വെള്ളച്ചാട്ടല്ലായിരുന്നു, അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി കൂടെ പോയാൽ നമുക്ക് ഭാഗത്തെത്താം. അങ്ങനെ പല സ്ഥലത്തെത്താം ഗൈസ്. അപ്പം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ പൂ പറിക്കാൻ വേണ്ടി പോകുമല്ലോ, ആ സമയത്ത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആദ്യം അവിടുന്ന് കളി തുടങ്ങി. ബൈക്കിലുണ്ടേ. ഓ, എൻ്റെ പാൻറ് നനഞ്ഞു. ജസ്റ്റ് ഇപ്പോൾ ഇവിടം കൊണ്ട് നമ്മുടെ വെള്ളം അവസാനിച്ചു.
ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് യാദുവിൻ്റെ കുറച്ച് കളികളും ചിരികളും ഒക്കെയാണ്. ഗൈസ്, കാറ്റുണ്ട് കേട്ടോ, കാറ്റടിക്കുന്നുണ്ട്. അവിടെ ഒരു കയറ്റം കണ്ടു ഗൈസ്. ആ കയറ്റത്തിൽ കൂടിയാണ് നമ്മുടെ വീട്. ഈ കാണുന്ന ബൈക്ക് കണ്ടോ, എന്നെ കരാട്ട പഠിപ്പിച്ച മാഷിൻ്റെ ബൈക്കാണ്. ഇത് കണ്ടോ, കാജു കാഡു കരാട്ടെ എന്നാണ് ഗൈസ് ഞങ്ങളുടെ കരാട്ട ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ പടി കണ്ടോ, ഈ സ്റ്റെപ്സ് കണ്ടോ, അങ്ങോട്ട് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഇനി അവിടെ ഒരു അമ്പലമുണ്ട്. അതെ, കൊട്ടാരത്തിൽ എന്നാണ് പറയുക. അവിടെ നമ്മുടെ എല്ലാവരുടെയും അമ്പലമാണ് കേട്ടോ. ഗൈസ്, ഞാൻ അത് ഓടി ഗൈസ്. അവിടെ കുറച്ച് കുട്ടികൾ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ശല്യമാണ്. നമ്മൾ കയറ്റം കയറ്റുമ്പോൾ വീഡിയോ എടുക്കാം. ഗൈസ്, നമ്മൾ നാളെ കയറ്റം കയറിയത് ഇവിടെ എത്തിയിട്ടുണ്ട്. വീടിന്റെ നന്ദറിന്റെ വീടാണ് ബാക്കിൽ കാണുന്നത്. അത് അവിടെയുള്ളത് അവൻ്റെ വീടാണ്. ഇത് കാണുന്നത് അവിടെ ഒരു ഷീറ്റ് കിട്ടില്ലേ, അത്. അപ്പോൾ ഗൈസ്, നമ്മൾ വീടിൻ്റെ അടുത്തെത്താൻ ഞാൻ ക്ഷീണിച്ച്. ഉണ്ടോ ഇത്രേ കയറ്റം കയറാണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഒടുവിൽ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അച്ചാച്ചനുണ്ട് ഗൈസ്, ഇവിടെ ഇരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ. അപ്പോൾ ഇനി ഓക്കെ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ ബൈ.